നമസ്കാരം. പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധകാഹളം. രണ്ടാഴ്ചത്തെ വെടിനിർത്തൽ കാറ്റിൽ പറത്തി ഒമാൻ കടലിൽ അമേരിക്കയും ഇറാനും നേർക്കുനേർ വന്നിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിന് സമീപം അമേരിക്കൻ യുദ്ധ കപ്പലുകൾക്ക് നേരെ ഇറാൻ വൻതോതിൽ ഡ്രോൺ ആക്രമണം നടത്തി. ഇറാന്റെ ചരക്കു കപ്പൽ അമേരിക്ക പിടിച്ചെടുത്തതോടെയാണ് സമാധാന ചർച്ചകൾ വഴിമുട്ടി യുദ്ധസമാനമായ സാഹചര്യം ഉടലെടുത്തത്. കടലിലെ കരുത്തുറ്റ പോരാട്ടത്തിനാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. ഒമാൻ കടലിലൂടെ നീങ്ങിയ ടുസ്ക എന്ന ഇറാനിയൻ ചരക്ക് കപ്പൽ അമേരിക്കൻ സേന ബലമായി പിടിച്ചെടുത്തതാണ് ഇറാനെ ചൊടിപ്പിച്ചത്. ഉപരോധം ലംഘിക്കുവാൻ ശ്രമിച്ചതിനാലാണ് കപ്പൽ കസ്റ്റഡിയിലെടുത്തതെന്ന് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് തന്നെ വ്യക്തമാക്കി. കപ്പൽ പിടിച്ചെടുക്കുന്നതിന്റെ നാടകീയ ദൃശ്യങ്ങളും US സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ടു. എന്നാൽ അമേരിക്കയുടെ ഈ നടപടി ആയുധം ഉപയോഗിച്ചുള്ള കടൽ കൊള്ള എന്നാണ് ഇറാൻ വിശേഷിപ്പിച്ചത്. അമേരിക്കൻ സേന വെടിയുതിർത്തതായും കപ്പലിന്റെ നാവിഗേഷൻ സംവിധാനം തകർത്തതായും ഇറാൻ സൈനിക വക്താവ് ആരോപിച്ചു. ഇതിന് തൊട്ടു പിന്നാലെയാണ് US യുദ്ധക്കപ്പലുകൾ ലക്ഷ്യമാക്കി ഇറാന്റെ തസ്നീം സേന തങ്ങളുടെ മാരകമായ ഡ്രോണുകൾ പറത്തിയത്. മധ്യപൂർവേഷ്യയിലെ സംഘർഷങ്ങൾ പലപ്പോഴും വലിയ യുദ്ധക്കപ്പലുകളുടെയും യുദ്ധവിമാനങ്ങളുടെയും മിസൈൽ ആക്രമണങ്ങളുടെയും ഭാഷയിലാണ് ലോകം കാണാറുള്ളത്. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ജിയോ പൊളിറ്റിക്കൽ യാഥാർത്ഥ്യം കാണിക്കുന്നത് ചിലപ്പോൾ ചെറിയ ആയുധങ്ങളാണ് വലിയ ശക്തികളെ പോലും പ്രതിസന്ധിയിലാക്കുന്നത് എന്നതാണ്. ഇറാൻ വർഷങ്ങളായി വികസിപ്പിച്ചെടുത്ത യുദ്ധ രീതികളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് കൊതുകു പടലങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചെറുകിട അതിവേഗ ആക്രമണ ബോട്ടുകളുടെ യന്ത്രം. ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ നാവിക ശേഷി തകർത്തുവെന്ന അവകാശവാദങ്ങൾ ഉയർത്തിയിട്ടും ഹോർമൂസ് കടലിടുക്ക് ചുറ്റിപ്പറ്റിയ സമ്മർദ്ദം തുടരുന്നത് ഈ തന്ത്രത്തിന്റെ ശക്തിയാണ് വീണ്ടും ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടുന്നത്. കൊതുകു പടലങ്ങൾ എന്ന പദം ഔദ്യോഗിക സൈനിക നിർവചനമല്ലെങ്കിലും അതിന്റെ ആശയം വളരെ വ്യക്തമാണ്. വലിയ യുദ്ധക്കപ്പലുകൾക്ക് പകരം നൂറുകണക്കിന് ചെറുതും വേഗതയേറിയതുമായ ബോട്ടുകൾ ഒരേ സമയം പല ദിശകളിൽ നിന്നും ആക്രമണ സാധ്യത സൃഷ്ടിക്കുന്ന രീതി തന്നെയാണ് ഇത്. വലിപ്പത്തിൽ ചെറുതായതിനാൽ റഡാറുകളിൽ വ്യക്തമായി പിടികൂടുവാൻ പ്രയാസമാണ്. കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കുവാനും പകരം വയ്ക്കുവാനും കഴിവുണ്ട്. തീരപ്രദേശങ്ങളിലെ ചെറിയ തുറമുഖങ്ങളിലും ഒളിപ്പിച്ചു വെക്കുവാനാവുക, അതിവേഗത്തിൽ ആക്രമിച്ച് പിന്മാറുക എന്നിവയാണ് ഈ ബോട്ടുകളുടെ പ്രധാന സവിശേഷതകൾ. ചിലതിൽ ആന്റിഷിപ്പ് മിസൈലുകൾ, സ്ഫോടക വസ്തുക്കൾ, മൈനുകൾ സ്ഥാപിക്കുവാനുള്ള ഉപകരണങ്ങൾ എന്നിവയും ഉൾപ്പെടുന്നുണ്ട്. ഇറാന്റെ സൈനിക ചിന്തയിൽ ഇത് ഒരു നിർബന്ധിത പരിണാമമാണ്. അമേരിക്കയ്ക്കുള്ളത് വിമാനവാഹിനി കപ്പലുകളും ആധുനിക ഡെസ്ട്രോയറുകളും ആണവ അന്തർവാഹിനികളും ഉയർന്ന നിരീക്ഷണ സാങ്കേതിക വിദ്യകളുമാണ്. അതേസമയം ഇറാൻ അതേ രീതിയിൽ മത്സരിക്കാൻ ശ്രമിച്ചാൽ സാമ്പത്തികമായും സാങ്കേതികമായും വലിയ പരിമിതികൾ നേരിടും. അതിനാൽ തന്നെ വലിയ ശക്തി ചെറിയ ഉപകരണങ്ങൾ കൊണ്ട് അലട്ടുക എന്ന രീതിയാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഒരൊറ്റ വലിയ യുദ്ധക്കപ്പൽ നഷ്ടപ്പെടുന്നത് വലിയ ദേശീയ തിരിച്ചടിയാകുമ്പോൾ 10 ചെറിയ ബോട്ടുകൾ നഷ്ടപ്പെട്ടാലും അത്ര വലിയ ആഘാതമുണ്ടാകില്ല. എന്നാൽ ആ 10 ബോട്ടുകൾ ചേർന്ന് സൃഷ്ടിക്കുന്ന ഭീഷണി അതിലേറെ വലുതായിരിക്കാം. ഹോർമൂസ് കടലിടുക്ക് എന്ന ഭൂമിശാസ്ത്രപരമായ വേദിയാണ് ഈ തന്ത്രത്തെ അതിവിപുലമാക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്ര വ്യാപാര പാതകളിൽ ഒന്നാണ്. ഗൾഫ് മേഖലയിൽ നിന്നുള്ള വലിയ തോതിലുള്ള എണ്ണയും പ്രകൃതിവാതകവും ഈ കടലിടുക്കിലൂടെയാണ് അന്താരാഷ്ട്ര വിപണികളിലേക്ക് പോകുന്നത്. അതിനാൽ അവിടെ ഉണ്ടാകുന്ന ചെറിയ അസ്വസ്ഥത പോലും എണ്ണവിലയിൽ ഉടനടി പ്രതിഫലിക്കും. യഥാർത്ഥത്തിൽ കടലിടുക്ക് പൂർണ്ണമായി അടയ്ക്കേണ്ടതില്ല. അവിടെ സുരക്ഷാ ആശങ്ക മാത്രം സൃഷ്ടിച്ചാലും ഇൻഷുറൻസ് നിരക്കുകൾ ഉയരും, കപ്പൽ ഗതാഗതം മന്ദഗതിയിലാകും, വിപണിയിൽ അനിശ്ചിതത്വം വളരും. ഇറാന്റെ ചെറു ബോട്ടുകൾക്ക് ഇതാണ് ഏറ്റവും വലിയ തന്ത്രപരമായ നേട്ടം. പരമ്പരാഗത നാവിക യുദ്ധത്തിൽ ഒരു വലിയ കപ്പലിനെ മറ്റൊരു വലിയ കപ്പൽ നേരിടും. പക്ഷേ കൊതുക് പടല യുദ്ധത്തിൽ സ്ഥിതി വ്യത്യസ്തമാണ്. ഒരു അമേരിക്കൻ യുദ്ധക്കപ്പലിനെ ചുറ്റി ഒരേ സമയം 20 അല്ലെങ്കിൽ 30 ചെറിയ ബോട്ടുകൾ വിവിധ ദിശകളിൽ നിന്നും അടുത്താൽ അതാണ് യഥാർത്ഥ ഭീഷണി. ഏതാണ് ശ്രദ്ധ തിരിക്കാൻ മാത്രം എത്തിയിരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ പോലും സമയം പോകും. ചില ബോട്ടുകൾ ഡ്രോണുകളുമായി സഹകരിച്ചും ചിലത് തീരദേശ മിസൈൽ സംവിധാനങ്ങളെ പിന്തുണയുടെയും പ്രവർത്തിക്കും. ഇതോടെ യുദ്ധഭൂമി ഒരു ഏകപാളി ഏറ്റുമുട്ടലല്ല, പല തട്ടുകളായുള്ള ഒരു സങ്കീർണ ഭീഷണിയായി മാറുന്നു. ഇതിന്റെ മാനസിക പ്രഭാവവും ചെറുതല്ല. വലിയ യുദ്ധക്കപ്പലുകൾക്കെതിരെ ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈനിക സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും അനിശ്ചിതമായ ചെറിയ ഭീഷണികൾ സ്ഥിരമായി ചുറ്റി നിൽക്കുമ്പോൾ തീരുമാനമെടുക്കൽ പ്രക്രിയ കൂടുതൽ ജാഗ്രതാപരവും മന്ദഗതിയിലുമാകും.
ഓരോ സമീപിക്കുന്ന ബോട്ടിനെയും ആക്രമിക്കാമോ, അതോ അത് സാധാരണ മത്സ്യബന്ധന വഞ്ചിയാണോ? മുന്നറിയിപ്പ് നൽകണോ? കാത്തിരിക്കണോ? ഇത്തരം നിമിഷ നിർണയങ്ങൾ തെറ്റിയാൽ വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അതിനാൽ തന്നെ ചെറുബോട്ടുകൾ സൃഷ്ടിക്കുന്ന സമ്മർദ്ദം വെറും സൈനിക തലത്തിലല്ല, മാനസിക തലത്തിലും പ്രവർത്തിക്കുന്നു. ഡൊണാൾഡ് ട്രംപ് പോലുള്ള നേതാക്കൾ പലപ്പോഴും വലിയ സൈനിക ആസ്തികളുടെ നാശത്തെ വിജയമായി അവതരിപ്പിച്ചേക്കാം. എന്നാൽ ഈ യുദ്ധത്തിന്റെ യാഥാർത്ഥ്യം വേറെയാണ്. ഒരു രാജ്യത്തിന്റെ ഔദ്യോഗിക നാവിക സേന തകർന്നാലും അതിന്റെ വികേന്ദ്രീകൃത ആക്രമണ ശേഷി നിലനിൽക്കും. ഇറാന്റെ സാഹചര്യത്തിൽ ചെറിയ ബോട്ടുകൾ, തീരദേശ മിസൈലുകൾ, ഡ്രോണുകൾ, മൈൻ സ്ഥാപിക്കൽ ശേഷി, പ്രോക്സി ഗ്രൂപ്പുകൾ എന്നിവയെല്ലാം ചേർന്നാണ് സമഗ്ര പ്രതിരോധ ഘടന രൂപപ്പെടുന്നത്. അതിനാൽ വലിയ കപ്പലുകൾ തകർത്തതുകൊണ്ട് മാത്രം ഭീഷണി അവസാനിക്കുന്നില്ല. ഇതെല്ലാം അന്താരാഷ്ട്ര എണ്ണ വിപണിക്ക് നേരിട്ടുള്ള ആശങ്കയാണ്. ബ്രന്റ് ക്രൂഡ് പോലുള്ള എണ്ണവില സൂചികകൾക്ക് യഥാർത്ഥ യുദ്ധത്തെക്കാൾ വേഗത്തിൽ പ്രതികരിക്കുന്നത് ഭീഷണിയുടെ സാധ്യതയോടെയാണ്. ഹോർമുസിൽ സംഘർഷം വർദ്ധിക്കുമെന്ന സൂചന പോലും വില ഉയർത്താം. ഇറക്കുമതി ആശ്രിത രാജ്യങ്ങൾക്കിത് ഇന്ധനവില വർധനവ്, ഗതാഗത ചെലവ് വർധനവ്, വിലക്കയറ്റ സമ്മർദ്ദം തുടങ്ങിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. ഇന്ത്യ പോലുള്ള വലിയ എണ്ണ ഉപഭോക്തൃ രാജ്യങ്ങൾക്കും ഇത് നിർണായകമാണ്. അതേസമയം ഈ തന്ത്രത്തിന് പരിമിതികളുമുണ്ട്. തുറന്ന സമുദ്രത്തിൽ ദീർഘനേരം പ്രവർത്തിക്കുവാൻ ഇത്തരം ബോട്ടുകൾക്ക് കഴിയില്ല. ശക്തമായ വ്യോമ നിരീക്ഷണവും സാറ്റലൈറ്റ് സംവിധാനവും അവയുടെ ചലനങ്ങൾ കണ്ടെത്തുവാൻ സഹായിക്കും. അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമായാൽ കൂട്ടത്തോടെ എത്തുന്ന ആക്രമണങ്ങളെ നേരിടുവാൻ കഴിയും. എന്നാൽ ഇറാന്റെ ലക്ഷ്യം ലോക നാവിക ശക്തിയെ മുഴുവൻ തോൽപ്പിക്കുവാനല്ല, മതിയായ ചെലവും അനിശ്ചിതത്വവും സൃഷ്ടിച്ച രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടാക്കലാണ്. ആ ലക്ഷ്യത്തിൽ ഇവ ഫലപ്രദമാണ്. ഇറാന്റെ കൊതുകു പടലങ്ങൾ എന്ന ആശയം ഭാവി യുദ്ധങ്ങൾ എങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നതിന്റെ ഉദാഹരണം കൂടിയാണ്. വലിപ്പം എല്ലായ്പ്പോഴും ശക്തിയല്ല, ചിലപ്പോൾ വേഗത, എണ്ണം, ചലനക്ഷമത, ഭൗമസ്ഥാനം, മനഃശാസ്ത്രപരമായ സമ്മർദ്ദം എന്നിവയാണ് നിർണായക ആയുധങ്ങൾ. അതുകൊണ്ട് തന്നെ ഹോർമുസ് കടലിടുക്കിൽ ചെറിയ ബോട്ടുകൾ സഞ്ചരിക്കുമ്പോൾ പോലും ലോകം മുഴുവൻ എണ്ണവില ചാർട്ടുകൾ നോക്കി ഉറ്റുനോക്കുന്നു. അമേരിക്കയ്ക്കും ട്രംപിനും ഇത് സൈനിക പ്രശ്നം മാത്രമല്ല, ആഗോള സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളോട് ചേർന്ന ഒരു പുതിയ തലവേദന കൂടിയാണ്. ഈ സംഘർഷങ്ങൾ ഒരു വശത്ത് പുകയുമ്പോൾ മറുവശത്ത് ഗാസയെ വിഴുങ്ങാനുള്ള നീക്കത്തിലാണ് ഇസ്രായേൽ. ഇതിന്റെ തെളിവുകൾ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് അൽ ജസീറ. ഗസയിലെ പുനർനിർമ്മാണ പദ്ധതികൾ വെറും വാഗ്ദാനമായി നിൽക്കുമ്പോൾ ഇസ്രായേൽ അവിടെ സൈനിക കോട്ടകൾ പടുത്തുയർത്തുകയാണ്. ഷുജയിലെ അൽ മുൻതാർ കുന്നുകളിലും മാഖസി ക്യാമ്പിന് സമീപവും കൂറ്റൻ സൈനിക താവളങ്ങളും റോഡുകളും ഉയർന്നു കഴിഞ്ഞു. ഫലസ്തീനികളുടെ ഭൂമിയിലേക്ക് 580 മീറ്ററിലധികം ആക്രമിച്ചു കയറിയാണ് സൈന്യം പുതിയ അതിർത്തി വേലി നിർമ്മിക്കുന്നത്. ജാരദ് കുഷ്ണറുടെ ന്യൂ റഫ പദ്ധതി സത്യത്തിൽ ഗാസയുടെ സൈനിക നിയന്ത്രിത ജയിലാക്കി മാറ്റുന്നുണ്ട് എന്നാണ് സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ അടിവരയിടുന്നത്. എന്നാൽ റഫയിലെ കെട്ടിട അവശിഷ്ടങ്ങൾ പോലും നീക്കം ചെയ്യുവാൻ നടപടി തുടങ്ങാത്ത സാഹചര്യത്തിൽ ഇതൊരു തുറന്ന ജയിലായി മാറുമെന്നത് മനുഷ്യാവകാശ സംഘടനകളുടെ മുന്നറിയിപ്പും ഉയർന്നിട്ടുണ്ട്. ഗാസയെ സൈനിക നിയന്ത്രണത്തിലുള്ള ചെറിയ ഗെറ്റോകളാക്കി മാറ്റുവാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നതെന്ന് യൂറോവൻ ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്റർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഫലസ്തീനികളുടെ സഞ്ചാര സ്വാതന്ത്ര്യം പൂർണ്ണമായും ഹനിക്കുന്ന ഈ നീക്കങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധത്തിനാണ് കാരണമായേക്കാവുന്നത്. ഇതിനിടെ ഗാസ ഒരിക്കലും വിട്ടുപോകില്ലെന്നും അവിടെ സൈനികവും കാർഷികവുമായ സെറ്റിൽമെന്റുകൾ സ്ഥാപിക്കുമെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ ട്രംപിന്റെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും ഗാസയിലെ ജനതയ്ക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾക്ക് കുറവില്ല. വെടിനിർത്തലിന് ശേഷം മാത്രം 750 പേർ കൊല്ലപ്പെടുകയും 2000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. 2023 ഒക്ടോബറിൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള ആകെ മരണം 72,300 കടന്നത്. ഗാസയിലെ യഥാർത്ഥ സാഹചര്യം പുറംലോകം അറിയാതിരിക്കുവാൻ സംഘർഷ മേഖലകളിൽ നിന്നുള്ള സാറ്റലൈറ്റ് ചിത്രങ്ങൾക്ക് നൽകുന്നതിന് അമേരിക്കൻ സർക്കാർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതായും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഗാസയിലെ പുനർനിർമ്മാണത്തിന് ട്രംപ് ഭരണകൂടം മുന്നോട്ട് വച്ചിരിക്കുന്ന പദ്ധതികൾ വലിയ പരാജയമാണെന്ന് ഓക്സ്ഫാം പോലുള്ള അന്താരാഷ്ട്ര സംഘടനകൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്.